ഓപ്പോയുടെ ഓപ്പോ പാഡ് എസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് SE എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ പാഡ് SEയിൽ 11 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 1200x1920 ആയിരിക്കും. പിന്നെ ഇതിൽ LCD പാനലായിരിക്കും വരിക. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 500 nits ആയിരിക്കും. ഇപ്പം ഈ ഒരു ടാബിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിലും ഇത് തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. മിക്കവാറും 15,000 രൂപയ്ക്ക് താഴെ തന്നെ ആയിരിക്കും ഈ ഒരു ടാബിൻ്റെ വില വരിക. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറൊന്നും ഈ ടാബിൽ വരില്ല. ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരിക 530 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.39 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇപ്പം ഈ ഒരു ടാബിൻ്റെ വില ഒരു 11,000 to 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാബുകളുടെ കാര്യത്തിൽ ആവറേജ് ആയിട്ട് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളറോസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ 5 MP ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഫ്രണ്ടിലും 5 MP സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. പക്ഷേ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നും അല്ല. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ടാബ് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 9340 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്നുള്ളത് 15,000 രൂപയ്ക്ക് താഴെയൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 3-നാണ് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടാബിൻ്റെ സ്റ്റാർലൈറ്റ് സിൽവർ അതുപോലെ തന്നെ ട്വിലൈറ്റ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തിരുന്നത് ഏകദേശം 10,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. നമുക്ക് ഒരു 12,000 to 14,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ടാബ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.